ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വീട്ടിലെ പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ ഒരാളൊരു മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ചയായ മാങ്ങ കയ്യിൽ കിട്ടിയിട്ട് പഴുക്കാൻ വെച്ച് പഴുക്കാത്തത് കൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വാട്ടമുണ്ട് ആ മാങ്ങയ്ക്ക്. അപ്പോൾ വേറെ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പച്ചക്കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ മാങ്ങയുടെ ഒരു പകുതിയില്ല, ഒരു വലിയ മാങ്ങ, ഒരു കിളിച്ചുണ്ടൻ മാമ്പഴത്തിൻ്റെ മാങ്ങയായിരുന്നു. അപ്പോൾ ഒരു കാൽഭാഗം എടുത്ത് കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് കിട്ടിയാലും കറി ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ലഞ്ച് ബോക്സിന് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മാങ്ങയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് ഞാൻ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുക. ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 സ്പൂൺ തേങ്ങ, പിന്നെ 2 വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചുവന്നുള്ളി, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നന്നായിട്ട് തന്നെ അരയ്ക്കണം. തേങ്ങയൊക്കെ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുപ്പ് ഒന്ന് കത്തിച്ചിട്ട് ഈ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ച് തേങ്ങ അരച്ച് വെച്ചേക്കുന്ന ഒഴിച്ചു കൊടുക്കുന്നതാണ് ബെറ്റർ. കാരണം എന്തെന്നറിയോ, തേങ്ങ ചൂട് കിട്ടുമ്പോൾ പെട്ടെന്ന് ചൂടായി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നത് അതും കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ നോക്കിയാൽ ഇച്ചിരി തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേഗം തന്നെ സ്പൂണിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ കറികൾക്ക് പിരിഞ്ഞു പോകാണ്ട് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഒരു ആവി പോലെ വരുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. മാങ്ങയും ഉള്ളിയും വേഗം സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരപ്പൂടെ ചേർത്തപ്പോൾ ഉപ്പ് പറ്റാതായതുകൊണ്ട് കുറച്ച് ഉപ്പോടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പിങ്ക് സോൾട്ടാണ് കേട്ടോ. അതാണ് ആ ഉപ്പിന് ആ ഒരു കളറ്. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കെന്ന് വെച്ചാൽ പിരിഞ്ഞ് തിള വരാതെ ഇതേപോലെ ആവി വരുന്നത് പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ തേങ്ങ ഇച്ചിരി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ സൈഡിൽ നോക്കിയാൽ ചെറുതായിട്ടൊന്ന് ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒന്ന് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ആ ചട്ടിയുടെ ചൂടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കുറുകിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. തേങ്ങയുടെ പീരയും വെള്ളവും കൂടെ ചേർന്ന് തനിച്ചായിട്ട് പിരിഞ്ഞു വരാതെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, നല്ലതായിട്ട് തിക്കായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ അത്രയും വെള്ളം ചേർത്തിട്ടും കൂടെ പിരിഞ്ഞു പോകാണ്ട് ഈ കൈ സ്റ്റോപ്പ് ചെയ്യാണ്ട് ഇളക്കിയത് കൊണ്ട് ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്, മൂടി വെച്ചേക്കാം. ഇനി ഇതിൽ കുറച്ച് വറുവൽ ഇടാനുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ കടുക് താളിക്കുന്നത് പോലെ തന്നെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പരന്ന പാത്രമായതുകൊണ്ട് കടുകും ഉള്ളിയൊക്കെ ഇടുമ്പോൾ നല്ലോണം അടുപ്പിൻ്റെ പുറമൊക്കെ നല്ല ഭംഗിയിൽ പൂക്കളിട്ടതുപോലെ തെറിക്കും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയപ്പോൾ കുറച്ച് ചുവന്നുള്ളി, ഒരു 5 ചുവന്നുള്ളി, ചെറുതായതുകൊണ്ട് ഒരു 5 ചുവന്നുള്ളി, 5 6 ഉണ്ടാവും, നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് അതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ വറ്റൽമുളക് കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടുന്നത് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില കഴിയപ്പോൾ കുറച്ച് വെള്ളം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പരന്ന ചീനച്ചട്ടിയും കൂടെ ആയതുകൊണ്ട് അടുപ്പിൻ്റെ പുറം നല്ല ഭംഗിയിൽ അങ്ങനെ പൂക്കളം ചേർത്തതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇനി അത് മൂത്തത് കൊണ്ട് ഉള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതുകൊണ്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ താളിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ അതിൻ്റെ ആവി നമ്മുടെ കൈ വെച്ച് മൂക്കിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതിന് ഇളക്കാനൊന്നും നിൽക്കുന്നില്ല.
അപ്പോൾ കുറച്ച് എണ്ണയുടെ അംശം ചട്ടിയിൽ താളിച്ച ചട്ടിയിലുള്ളതുകൊണ്ട് കുറച്ചുകൂടെ കറി ഒഴിച്ച് അതും കൂടെ ഇങ്ങനെ തിരിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ കറിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എന്ത് കിട്ടിയാലും ഇതുപോലെയൊക്കെ കറി ഉണ്ടാക്കാൻ നമുക്ക് എന്താ പറയുക, സാധാരണക്കാരായ ആൾക്കാർക്ക് പറ്റും കേട്ടോ. എന്നത് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു പകുതി ഇല്ല, ഒരു ചെറിയ ഒരു കഷ്ണം മാങ്ങയും ഒരു 10 ചുവന്നുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ, കുറച്ച് തേങ്ങയും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഈ കറിക്ക് എനിക്ക് എന്താ പറയുക, ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കോമൺ സൈസ് എന്താ പറയുക, ഒരു താല്പര്യമുള്ള കാര്യം, തലേദിവസത്തെ മീൻകറി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ലഞ്ച് ബോക്സിൽ നിന്ന് ചോറും കറിയും പിന്നെ കുറച്ച് ചില്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു, മാങ്ങാച്ചാറും കൂടെ വെച്ച് കഴിക്കാൻ പോവുക. അപ്പോൾ കറി എങ്ങനെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ അല്ലേ. അപ്പോൾ കറി മാത്രമായിട്ട്, മാങ്ങയുടെ കൂട്ട് കറി മാത്രമായിട്ട് എടുത്തിട്ട് മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ.